5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അയ്യോ, പോലീസ്. പേടിക്കണ്ട, ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടാ പോലീസ് വരുന്ന. നിങ്ങളിൽ കൈലാഷ് ആരാ? ഞാനാ സർ. എന്നോട് തന്നെ ഇവിടെ വരാൻ പറഞ്ഞത്? ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കാണാതെ പോയില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു വരുത്തുകയല്ല വേണ്ടത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായി. ഇവൾ നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കണം. തിരുവാഭരണം കൊണ്ടുപോയത് വേറെ ഏതോ കള്ളന്മാരാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണം. ഞാനതിന് കൂട്ടു നിൽക്കണം. പോലീസ് സ്റ്റേഷനിൽ വെച്ചത് പറയാൻ കഴിയില്ലല്ലോ, അവിടെ വേറെയും പോലീസുകാരുണ്ടാവുമല്ലോ. അവരത് കേൾക്കാൻ പാടില്ല. കാശ് വാങ്ങി ക്രിമിനൽസിനെ വെളുപ്പിക്കുന്ന പോലീസ് ഓഫീസറെ നീ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. ഞാൻ അന്വേഷിക്കും. തിരുവാഭരണം കവർന്നത് ഇവളാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. സർ, 1 മിനിറ്റ്. PKR ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിനെ കുറിച്ച് സാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ MD ഞാൻ. സാറിനേക്കാളും വലിയ ഓഫീസേഴ്സിനെ എനിക്ക് പരിചയക്കാരായി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. വഴിവിട്ട സഹായത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ പരിചയമില്ലാത്തൊരു പോലീസ് ഓഫീസറിനെ ഞാൻ അപ്രോച്ച് ചെയ്യില്ലായിരുന്നു. പിന്നെ എന്നോടെന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? തിരുവാഭരണം മോഷ്ടിച്ചത് ഒരു കള്ളൻ തന്നെയാ. പാർവതി അയാളെ കണ്ടിട്ടുമുണ്ട്. പാർവതി, സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക. എന്റെ ചേട്ടനെ അന്വേഷിച്ച് തന്നെയാ ഞാൻ ആ ഭാഗത്തേക്ക് പോയത്. ചേട്ടനെ അവിടെ എവിടെയും കാണാതെ ഞാൻ നിരാശയോടെ തിരിച്ചു വരുമ്പോ സ്ഥിരം മോഷ്ടാക്കളിൽപ്പെട്ട ആളാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അയാളുടെ എന്തെങ്കിലും അടയാളം ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? ആ, കയ്യില് ഇവിടെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രോ? ടാറ്റോ പാറു ഉദ്ദേശിച്ച്. ഓ, എന്ത് ടാറ്റുവാ? പാമ്പിന്റെ ചിത്രം. ശരീരം മുഴുവൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞ ആളിനെ തന്നെ ആയിരിക്കണം. ഞാനും കണ്ടിട്ടുണ്ട്, ഉത്സവ പറമ്പിൽ വെച്ച്. സർ, അയാൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? ബലൂണ് വിൽക്കുകയായിരുന്നു. ബലൂണോ? ആ, എന്നെ കണ്ടപ്പോ അവന്റെ മുഖത്തൊരു പതർച്ചയുണ്ടായിരുന്നു. സാർ അയാളെ ചോദ്യം ചെയ്തായിരുന്നോ? പേരുനാളുമൊക്കെ ചോദിച്ചിരുന്നു. അതിനൊക്കെ അവൻ മറുപടിയും തന്നിരുന്നു. രുദ്രപ്രതാപൻ അവനോട് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. രുദ്രപ്രതാപൻ അവനോട് സംസാരിച്ചിരുന്നോ? ഞാൻ കാണുമ്പോ അവര് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. സർ, രുദ്രപ്രതാപന്റെ പരിചയക്കാരനാണോ അയാള്? ഏയ് അല്ല. അയാളെ കണ്ടപ്പോ എന്നെ പോലെ രുദ്രപ്രതാപന് സംശയം തോന്നിയത്രേ. അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യായിരുന്നെന്നാ രുദ്രപ്രതാപൻ എന്നോട് പറഞ്ഞത്. അവനതിന് അധികാരമുണ്ടല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ. ഉത്സവം നടത്തിപ്പിന്റെ മേൽനോട്ടം ഉണ്ടല്ലോ. നീ സംശയിച്ചത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. തിരുവാഭരണം മോഷ്ടിച്ചത് അയാൾ തന്നെയായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവളെയും കൂട്ടി സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതിത്താ. ബാക്കി കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. 24 മണിക്കൂറാ ഞങ്ങളുടെ മുന്നിലുള്ളത്. അതിനുള്ളില് തിരുവാഭരണം കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ സാറിന് സത്യം അറിയാവുന്നതുകൊണ്ട് സാർ എന്നെ പിടിച്ചുകൊണ്ട് പോയില്ലായിരിക്കാം. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ ഞാനും അച്ഛനും കള്ളന്മാരാവില്ലേ? സാർ എത്രയും വേഗം അയാളെ കണ്ടുപിടിച്ച് തിരുവാഭരണം തിരിച്ചു വാങ്ങിക്കണം. എന്നെ അച്ഛനെയും രക്ഷിക്കണം. കള്ളനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾ ആ തിരുവാഭരണങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാനാ പ്രയാസം. എത്ര ചോദ്യം ചെയ്താലും തല്ലിയാലും മോഷ്ടാക്കളൊന്നും വിട്ടു പറയില്ല. ഞാൻ ശ്രമിക്കാം. താങ്ക് യു സർ.
ഒരു കാര്യം ഉറപ്പാ, മോഷ്ടിച്ചത് കള്ളൻ തന്നെയായിരിക്കും. പക്ഷേ കള്ളനെ അതിന് നിയോഗിച്ചത് രുദ്രപ്രതാപ. എല്ലാം അവന്റെ പ്ലാനാ. ആ കള്ളനെ കൈ കിട്ടട്ടെ. അവനെ വെച്ച് ഞാൻ ആ രുദ്രപ്രതാപനെ പൂട്ടിക്കും. അവൾ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാലും നിങ്ങളും സൂക്ഷിക്കണം. എന്നെ കുറിച്ച് ഇപ്പൊ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. എന്റെ ടീമിൽ 3 പേര് കൂടെ ഉണ്ടെന്നും അത് നിങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു വണ്ടി സംഘടിപ്പിച്ചോണ്ട് വരട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. ഇന്ന് രാത്രി ഇത് ആ പെണ്ണിന്റെ വീട്ടുപറ്റത്ത് കുഴിച്ചിടണമെന്നല്ലേ ആ സാറ് നമ്മളോട് പറഞ്ഞത്. അത് ചെയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് പോയാൽ അയാളുടെ പ്ലാൻ പൊളിയും. തിരുവാഭരണം നമ്മൾ മുക്കിയതാണെന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്യും. എന്താണ് എന്റെ പ്ലാൻ? അത് പറ. ഒരു കാരണവശാലും ഈ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. പോലീസ് നമ്മളെ പിടികൂടിയാലും ഇത് അവർക്ക് കിട്ടാൻ പാടില്ല. അതിനുള്ള മുൻകരുതൽ എടുക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. തൽക്കാലം കാട്ടിൽ കുഴിച്ചിട്ടാലോ? അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ഇത് കുഴിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. രാത്രി വന്ന് തിരിച്ചെടുത്തിട്ട് ആ പെണ്ണിന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് കുഴിച്ചിടാം. ആ അണ്ണൻ ആ പെണ്ണിനെ വിട്ടുകളഞ്ഞതാ മണ്ടത്തരമായത്. അവളെ അവിടെ ഇട്ട് തീർത്തിട്ട് ബോഡി ഇതുപോലെ കുഴിച്ചിട്ടാ മതിയായിരുന്നു. തിരുവാഭരണം മോഷ്ടിച്ചത് അവളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ രുദ്ര സാർ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവളവിടെ ഇട്ട് കൊന്നുകളഞ്ഞെങ്കിലേ അയാള് നമ്മൾ മെനക്കെട്ടത് മുഴുവൻ വെറുതെ ആയനെ. അത് ശരിയാ. എന്താണ് ഇവിടെ നിറയെ പാമ്പുകളാണെന്ന് തോന്നുന്നു. ഡാ വേഗം കുഴിച്ചിട്ട് നമുക്കിവിടുന്ന് പോവാം. എന്താടാ? എന്നെന്തോ കടിച്ചടാ. അണ്ണ പാമ്പാ കടിച്ചെന്ന് തോന്നുന്നു. പാമ്പോ? അണ്ണ എന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണ്ണ. ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആശുപത്രി അന്വേഷിച്ച് പോയാലേ പോലീസിന്റെ വായിലേക്കായിരിക്കും നമ്മളൊന്ന് ചാടുക. അണ്ണ പാമ്പ് കടിച്ചിട്ടൊന്നും ചെയ്യാതിരുന്ന. പാമ്പഴഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. പാമ്പായിരിക്കത്തില്ലടാ, വല്ല തേളോ പഴുതാരോ മറ്റോ ആയിരിക്കും. നമ്മൾ 4 പേരെ ഒരുമിച്ച് കണ്ടാലേ ആളുകൾക്ക് സംശയം തോന്നും. നമുക്കവിടെ മാറിക്കാടാ. ഞാൻ നിനക്ക് വല്ല മരുന്നോ മറ്റോ കിട്ടുമോ നോക്കട്ടെ. നീ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാ വയ്ക്കോ. ഇത് തേളും പഴുതാരൊന്നും അല്ലടാ, പാമ്പ് തന്നെയാ. പോലീസ് പിടിക്കുന്നുള്ള പേടിയാണന്. നീ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അണ്ണ സമ്മതിക്കാതെ. അണ്ണനല്ലേ ആ പെണ്ണ് കണ്ടിട്ടുള്ളൂ, നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ അണ്ണൻ പേടിക്കുന്നത്? എന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തു പോടാ. പേടിക്കണ്ട, ഞാൻ നിന്നെ ആശുപത്രി കൊണ്ടുപോവാം. നീ വാ. മതിയെന്നത്. ഇവിടെ എവിടെയാ ആശുപത്രി ഉള്ളേ? എനിക്കറിയത്തില്ലടാ, ആരോടെങ്കിലും ചോദിക്കാം.